ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ട് സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഈവനിങ് നമ്മളെ വീട്ടിലെല്ലാവരും കൂടെ കൂടിയപ്പോൾ നമ്മൾ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് തൊട്ടടുത്തുള്ളതും പോകാൻ ഏറ്റവും ഇഷ്ടമുള്ളതായിട്ടുള്ളൊരു ബീച്ചാണ് സ്നേഹതീരം ബീച്ച്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇപ്പോൾ നോക്കിയാൽ എല്ലായിടത്തും പേ പാർക്കിംഗ് ആക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ആരുടെ കയ്യിലും ലിക്വിഡ് ക്യാഷ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പാർക്കിംഗ് ഫീ ഇല്ലാത്തൊരു സ്ഥലം നോക്കി കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ഉള്ളിലേക്ക് കടന്നപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ടിക്കറ്റ് കൗണ്ടർ വെച്ചിട്ടുണ്ട് അവർ. ഒരാൾക്ക് 10 രൂപ വെച്ചിട്ട് നമ്മൾ 5 പേർക്ക് 50 രൂപ ടിക്കറ്റ് ചാർജ് പേ ചെയ്തു. അങ്ങോട്ട് ചെന്നപ്പോൾ എനിക്കിപ്പോൾ പേഴ്സണലി ഫീൽ ചെയ്യുന്നത് സ്നേഹതീരത്തിനൊരു പഴയ വൈബ് അതില്ലാത്തതുപോലെ എനിക്ക് തോന്നി. നമ്മൾ കുറച്ച് നേരം ഈ കടലൊക്കെ കണ്ടു നിന്ന് നോക്കി. പണ്ട് അവിടെ കുറേ ഐസ്ക്രീം കച്ചവടക്കാരും പിന്നെ ഉപ്പിലിട്ട അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഉള്ളിൽ വരലുണ്ട്. ഇപ്പം അതൊന്നുമില്ല. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ചിൽഡ്രൻ പ്ലേ ഏരിയ ഉണ്ട്. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു അക്വേറിയാണുള്ളത്. അതിൻ്റെ അകത്ത് കുറേ മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നോക്കി നിൽക്കാൻ അത് ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അത് നോക്കി നിന്നു. പാർക്കിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മൊത്തം എല്ലാതും അണ്ടർ റിപ്പയറിങ് ആയിട്ട് കിടക്കുകയാണ്. ഒന്നും അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കണ്ടീഷനിലല്ല ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പുട്ട് ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ ആദ്യമായിട്ട് കഴിച്ച് നോക്കാൻ പോവുകയാണ്. ഇതിന് 300 രൂപയാണ് അവർ പറഞ്ഞത്. നമ്മൾ ഈ ഒരു ഒറ്റ ഐസ്ക്രീം ഞങ്ങൾ 5 പേര് ഷെയർ ചെയ്തിട്ടും നമുക്കിത് കഴിച്ച് തീർക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടു, കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കുറേ ബാക്കിയാവുകയൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കി, അതായത് ടിക്കറ്റ് കൊടുക്കേണ്ടാത്ത ഭാഗത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ എനിക്ക് പിന്നെയും കുറച്ച് നല്ല വൈബ് ഫീൽ ചെയ്തു. നമ്മളൊരു ബബിൾ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വെച്ച് കുറച്ച് നേരം അവിടെ കളിച്ചു. ആ ഭാഗത്ത് ടിക്കറ്റ് കൊടുക്കേണ്ടാത്ത ഭാഗത്ത് ഇപ്പോൾ ഈ ഉപ്പിലിട്ട മാങ്ങയും സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ഉപ്പിലിട്ട മാങ്ങ വാങ്ങി അത് കുറച്ച് സ്പൈസി ആക്കിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അത് ഷെയർ ചെയ്ത് കഴിച്ചു. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നി നമ്മൾ ടിക്കറ്റ് കൊടുത്ത് കാണുന്നതിനേക്കാൾ വൈബ് അതിൻ്റെ പുറം ഭാഗത്തുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ നമ്മളിങ്ങനെ കുറച്ച് നേരം സൺസെറ്റൊക്കെ നോക്കി നിന്നപ്പോൾ എൻ്റെ ബ്രദർ പറഞ്ഞു നമ്മൾ കുറച്ചും കൂടി ആ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് നല്ല വ്യൂ ഒക്കെ കാണാൻ പറ്റും. എന്നാലും നമ്മൾ കുറച്ച് നേരം കടലൊക്കെ നോക്കി നിന്നു. എത്ര കണ്ടാലും മതി വരാത്ത ഒന്നാണല്ലോ കടൽ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. സൺസെറ്റിൻ്റെ തന്നെ ഒരുപാട് ഫോട്ടോസ് എടുത്ത് വെച്ചു. കുറേ വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ കുറച്ച് അപ്പുറത്തെ ഭാഗത്തോട്ട് പോയപ്പോൾ ഈ ഒരു വ്യൂ ഒക്കെ കിട്ടി. ഇത് ആക്ച്വലി ഒരുപാട് ഇൻസ്റ്റഗ്രാമിലും അതുപോലുള്ള സോഷ്യൽ മീഡിയാസിലൊക്കെ ഒരുപാട് വൈറലായിട്ടുള്ള ഒരു സ്ഥലത്തിൻ്റെ എഡിറ്റ് ചെയ്യാത്തൊരു ഭാഗമാണിത്. വാടാനപ്പള്ളി തളിക്കുളം റൂട്ട്. അങ്ങോട്ട് ചെന്നപ്പോൾ കുറേ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ അണ്ടർ വർക്കിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രോപ്പർ വർക്കിംഗ് ആയിട്ട് എനിക്കിതൊന്നും ഫീൽ ചെയ്തില്ല. കാര്യം അവിടെ അധികം ആളുകളൊന്നുമില്ല. പക്ഷെ ഒരുപാട് ഫുഡ് ഐറ്റംസിൻ്റെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ടതാണ് ഈ ഒരു ഹോഴ്സ് റൈഡിങ് കോഴ്സ്. ഇതിന് 15 ദിവസത്തെ കോഴ്സാണെന്നാണ് ഇവർ പറഞ്ഞത്. 10,000 രൂപയാണ് ഇതിന് ഫീസ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളൊരു ബായ് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സുഖമായിട്ടിരിക്കുക. ബൈ ബൈ.